കാസർഗോഡ് മഞ്ചേശ്വരത്ത് ടഗ്ഗിടിച്ച് മത്സ്യബന്ധന ബോട്ട് തകർന്നു. അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്, 6 തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. 1.25 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. മെയ് 24 പുലർച്ചെ 4:30 ഈ അപകടം ഉണ്ടായത്. മംഗളൂരു ഹാർബറിൽ നിന്നും മുംബൈയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്ന വലിയ ടഗ്ഗാണ് മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ബോട്ട് ജോലിക്കാരനായ കന്യാകുമാരി സ്വദേശി സുബിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഡ്രൈവർ ആന്റണി, ജോലിക്കാരായ മെൽട്ടൺ ജോഷ്വ, ഷിബു വോൾസൺ എന്നിവരാണ് ബോട്ടിലുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികൾ. ഹോൺ റോഡൻഡി എന്ന ടഗ്ഗാണ് അപകടത്തിന് കാരണമായതെന്നും ബോട്ടിൽ ഇടിച്ചിട്ടും ടഗ് നിർത്താതെ മുന്നോട്ട് പോകുകയാണുണ്ടായതെന്നും തൊഴിലാളികൾ പറഞ്ഞു. കന്യാകുമാരി സ്വദേശിനിയായ പുനിതയുടെ ഉടമസ്ഥതയിലുള്ള സൂസന്ന എന്ന ബോട്ടിനാണ് അപകടം സംഭവിച്ചത്. ബോട്ടിന്റെ മേൽക്കൂര, ഡെക്ക്, സ്റ്റോർ, ബോഡി ഭാഗങ്ങൾ അപകടത്തിൽ തകർന്നു. ബോട്ടിന്റെ സൈഡ് ഭാഗത്താണ് ടഗ് ഇടിച്ചതെന്ന് ഡ്രൈവർ ആന്റണി പറഞ്ഞു. 1.25 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ബോട്ട് ഹാർബറിൽ എത്തിച്ച ശേഷം പരിശോധന നടത്തി. സംഭവത്തിൽ കുമ്പള ഷിറിയ കോസ്റ്റൽ പോലീസ് ബോട്ട് ഡ്രൈവറുടെയും തൊഴിലാളികളുടെയും മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗുജറാത്ത് സൈഡിൽ നിന്ന് മീൻ പിടിച്ചിട്ട് കരയ്ക്ക് വരുന്ന വഴിയിലാണ്. കാറ്റും കോളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കര നെരുങ്ങിയിട്ട്, അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കര കയറാമല്ലോ. ആ എയിമിലാണ് ഞങ്ങൾ കരയിൽ കൂടി ഓടിക്കൊണ്ടുവന്നത്. ഒരു 5-6 നാട്ടിക വ്യത്യാസമുള്ള ദൂരത്തിലാണ് ഓടിക്കൊണ്ടുവന്നത്. ആ വഴിക്ക് വരുമ്പോഴാണ് മഞ്ചേശ്വര ഹാർബറിൻ്റെ നേരെ വെച്ച് പെട്ടെന്ന് തന്നെ ഒരു ഡക്ക് കപ്പൽ വന്ന് ഞങ്ങളുടെ ബോട്ടിൽ സെൻറ്ററിൽ വന്നിട്ട് ഇടിച്ചിട്ട് അവർ നിർത്താതെ പോയി. ഞങ്ങൾ വിളിച്ചിട്ടും അവർ മൈൻഡ് ചെയ്യാതെ അങ്ങനെ സോറി എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ബോട്ടിൽ ഭയങ്കര ഡാമേജാണ്, നിങ്ങൾ നിർത്താതെയൊക്കെ പോകുന്നത്, ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയെന്നൊന്നും അതും ഞങ്ങളൊന്നും അന്വേഷിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ സോറി ഞങ്ങൾ കണ്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനിയും വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും മൈൻഡില്ലാതെ. ഞങ്ങളുടെ ബോട്ട് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇടിപാടാണ്. സെൻറ്ററിൽ ഇടിച്ച് ഡെക്ക്, സ്റ്റോറ്, പിന്നെ ടാങ്ക്, ആ ടാങ്കിൻ്റേത് എല്ലാം പൊട്ടി. പിന്നെ ബാക്കിൽ ടോപ്പുണ്ട്, അതൊക്കെ വെള്ളത്തിൽ. അതിലാണ് ഞങ്ങൾ ഉയരെ രക്ഷിക്കാനുള്ള എല്ലാ ലൈഫ് ജാക്കറ്റ്, എല്ലാ റൗണ്ട് ബോയ എല്ലാം അതിലാണുള്ളത്. അത് മൊത്തം വെള്ളത്തിൽ പോയി. അത് ഞങ്ങൾ എടുക്കാനുള്ള സമയമാണ് ഈ കപ്പൽ ഓടിക്കൊണ്ടിരുന്നത്. ആ ദൂരത്തിൽ പോയിക്കൊണ്ടിരുന്നു കപ്പൽ. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ നോക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ പൊസിഷൻ നോക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്തത്. പൊസിഷൻ GPS അതിൽ ഫോട്ടോ എടുത്തത്. അപ്പോൾ ആ ഇതിലാണ് കാണിക്കുന്നത്. ആ പൊസിഷനാണ് ഇവിടെ കാണിക്കുന്നത്. റേഡിയൻസ്. ടക്കാണ് അടിച്ചത്. ചുവന്ന കളർ നിറമാണ്. ആർക്കെല്ലാം പരിക്കേറ്റത്? സിബിൻ എന്ന ഒരു ആൾക്ക്. എത്ര വയസ്സിലാണ്? 40 വയസ്സാണ്. വലത് കാലിൽ, ഇടത് കൈ, വേറെ തലയിൽ അങ്ങനെ പരിക്കേറ്റു. നിങ്ങൾ എത്ര ആളുണ്ടായി? നിങ്ങളെ 6 പേര് ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ ആന്റണി, സിബിൻ, മെൽട്ടൺ, ജോഷ്വ, ഷിബു, ഇങ്ങനെ വോൾസൺ. പോലീസ് കേസെടുത്ത് ഞങ്ങൾ 24-ാം തീയതി ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇന്നാണ് FIR റിപ്പോർട്ട് കയ്യിൽ തന്നത്. അത് റിപ്പോർട്ടൊക്കെ ഇപ്പോൾ ക്ലിയറായിട്ട് വായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ശരിയാ തെറ്റാണ്. ഈ പരിക്കേറ്റ കാര്യം നിങ്ങൾ പോലീസിന് മൊഴി കൊടുത്തില്ലേ? പോലീസിൽ ഞങ്ങൾ മൊഴി കൊടുത്ത്, അതിൽ മൊഴിയൊക്കെ കൊടുത്ത്. ഇപ്പോൾ ഫുള്ളും നഷ്ടമാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് നഷ്ടപ്പെട്ടത്. ബോട്ടിന് എത്ര വിലയുണ്ട്? ആ ബോട്ടിൻ്റെ ഒക്കെ ഇപ്പോൾ ഞങ്ങൾ പുതുസായിട്ട് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയും ഒരു 1,25,00,000 രൂപയൊക്കെ ആവും ആ ബോട്ടിന്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.